ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു എളുപ്പത്തിൽ നല്ലൊരു മീൻകറി ഉണ്ടാക്കണതാട്ടോ. എനിക്ക് എളുപ്പമാട്ടോ, കാരണം തേങ്ങാപ്പാലൊന്നും ഞാൻ ചേർക്കാതെയാണ്. അപ്പോൾ ഒരു ചട്ടി വെച്ചു, വെളിച്ചെണ്ണയാട്ടോ ചേർത്ത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഉലുവ ഇട്ടു. പിന്നെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വാടണം. പകുതി വാടി വന്നപ്പോൾ അതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളകാറ് വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി അധികം ചേർക്കാതിരിക്കുമ്പോഴാണ് നല്ല കളർ കിട്ടണത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കണം. മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ സ്പൂണാട്ടോ. അത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണം. ശരിക്കും നന്നായിട്ടൊരു പച്ചമണം മാറുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ നല്ല മുളക് പൊടി ഇങ്ങനെ കുഴമ്പൻ രൂപത്തിലാക്കി വെച്ചതാട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇടുമ്പോൾ പച്ചമണമൊക്കെ എപ്പോഴാണ് മാറണേ, അതിൽ കരിഞ്ഞു പോകുമെന്നൊക്കെ സംശയമുള്ളപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും കരിഞ്ഞു പോകില്ല കേട്ടോ. ഇനി നമുക്ക് എണ്ണ തെളിയണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം സിമ്മിലിട്ടിട്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലോട്ട് ഞാൻ 2 ഓളം കുടംപുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഉപ്പ് അധികം അല്ലാട്ടോ, ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് യോജിക്കണം പുളി ഉപ്പുമായിട്ട്. ഇനി അത് യോജിച്ച് കഴിയുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം, ചാറിനുള്ള വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കണാട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു എന്നുള്ളൂ. പിന്നെ അതിലോട്ട് ഒരു തക്കാളി നമ്മുടെ വീക്ക്നെസ്സാലോ, ഒരു തക്കാളി ഇട്ടു. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് അതിലോട്ട് മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിടുക. പിന്നെ വേണമെങ്കിൽ ഉലുവാപ്പൊടി ഇടാം, അതൊക്കെ ചേർക്കാം. പക്ഷെ ഇതൊന്നും ചേർക്കാത്ത മീൻകറി ഏറ്റവും നല്ലത്, എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിരിക്കണേ. അതിനൊക്കെ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി ഇട്ടിട്ട് ഇത് ഞാനിപ്പോൾ അതേ വെള്ളം ഇച്ചിരി അധികം ചേർത്തേക്കണം. എന്നാന്ന് വെച്ചാൽ ഇവിടെ ചാറാണ് ആവശ്യം, ഇതെന്ത് കറി വെച്ചാലും. അല്ലെങ്കിൽ ഇവിടെ അതിന് ഇടിയാണ്. അപ്പോൾ അതേ മീൻ കഷ്ണങ്ങളും പറക്കിയിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ ഒന്നും കൂടെ മൂടി വെച്ച് നല്ലോണം വറ്റിച്ചെടുത്ത് നല്ല അടിപൊളി ഒരു ചാറ് ഏകദേശം ആകുമ്പോൾ നമുക്കറിയാലോ. പിന്നെ ലാസ്റ്റ് 2 പച്ചമുളകും കൂടെ അരിഞ്ഞിടും കേട്ടോ. അത് ഞാൻ പച്ചമുളക് ഒത്തിരി ഇങ്ങനെ കലങ്ങണേനേക്കാൾ നല്ലത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി ഇപ്പോൾ ഇട്ടാലും നല്ലതാണ്. പച്ചമുളക് ഇട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.